പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ അനുദിന വിശുദ്ധരുടെ പുസ്തകത്തിൽ നിന്നും ക്രിസ്മസിനെ കുറിച്ചുള്ള സംഭവം നമ്മൾ വായിച്ചു കേട്ടു. 1223 ആദ്യമായിട്ട് ഫ്രാൻസിസ് അസീസി പുണ്യാളൻ പുൽക്കൂട് നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം 2023 അതിൻ്റെ 800 വർഷം തികയുകയായിരുന്നു. പുണ്യാളന്റെ വിചിന്തനം ഇങ്ങനെയാണ്: ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാത്രി ഉണ്ണിയേശു ജനിച്ച രാത്രിയാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ രാത്രി ഉണ്ണിയേശു ജനിച്ച രാത്രിയാണ്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ രാത്രി, ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വിശുദ്ധമായ രാത്രി ഉണ്ണിയേശു ജനിച്ച രാത്രിയാണ്. നമ്മൾ ഇന്നലെ ആഘോഷമായിട്ട് രാത്രിയിലെ ദിവ്യപൂജയിൽ ഉണ്ണിയേശുവിന്റെ ജനനം കണ്ട് അനുഭവിച്ചവരാണ്. ആൻസിറ്റോ എന്ന് പറയുന്ന ഒരു വൈദികൻ തന്റെ ക്രിസ്മസ് അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പമായിരുന്നപ്പോൾ വീട്ടിൽ മനോഹരമായ പുൽക്കൂടുണ്ടാക്കി അതിനുശേഷം ആഘോഷമായിട്ട് ഉണ്ണിയേശുവിനെ എടുത്തു വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ഉണ്ണീശോയുമായിട്ട് ആ വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞായിരുന്ന ആൻസിറ്റോ ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് പോകുകയായിരുന്നു. പെട്ടെന്ന് ആ ഉണ്ണിയേശുവിന്റെ രൂപം താഴത്തു വീണ് ഉടഞ്ഞുപോയി. അതൊരിക്കലും പുൽക്കൂടിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഉടഞ്ഞുപോയത്. അപ്പോൾ ആൻസിറ്റോ എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അങ്കിൾ ഒരു പുരോഹിതനാണ്. അയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടുകാരൊക്കെ വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിൽ ആ അങ്കിൾ പുരോഹിതൻ ആ പുൽക്കൂട്ടിൽ എഴുതി വെച്ചു: ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ദൈവം പുൽക്കൂട്ടിലല്ല ജനിക്കേണ്ടത്, ഇമ്മാനുവേലാണ്, നമ്മളോടൊപ്പമാണ് ഉണ്ടായിരിക്കേണ്ടത്, നമ്മളോട് കൂടെയാണ് ആയിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കൂടെ ഉള്ളവനാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ആകുലതകളിൽ, നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ആനന്ദത്തിൽ, നമ്മുടെ സമൃദ്ധിയിൽ എല്ലായ്പ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ പുൽക്കൂട്ടിൽ ജീവിക്കുന്നവനല്ല, നമ്മളോടൊപ്പം ജീവിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ആൻസിറ്റോ എന്ന് പറയുന്ന ഈ കുട്ടി വൈദികനായതിനു ശേഷം അദ്ദേഹം ഉണ്ണിയേശു ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണിയേശുവിന്റെ രൂപവുമായിട്ട് പുൽക്കൂട്ടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ, ഇടവക സമൂഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ മൂലം ഈ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഉണ്ണി ഈശോ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കലേ. എന്റെ കയ്യിൽ നിന്ന് ഞാൻ കാരണമോ അല്ലെങ്കിൽ എന്റെ അശ്രദ്ധ മൂലം ഈ ഉണ്ണിയേശു ഒരിക്കലും കാലിത്തൊഴുത്തിലോ വ്യക്തികളുടെ ജീവിതത്തിലോ നഷ്ടപ്പെടുവാൻ ഇടയാകരുതെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശു ഇമ്മാനുവേൽ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് വേണ്ട മുൻകരുതലുകൾ നമുക്കെടുക്കാം. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മളോടൊപ്പം വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മളോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചോദ്യം ഇങ്ങനെയാണ്: ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മൾ ദൈവത്തോട് കൂടെയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം.